ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പരമാവധി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയമില്ല, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്താലോ. ഇവിടെ രാവിലെ തന്നെ മീൻകാരൻ എത്തും. അപ്പോൾ അയാളുടെ അടുത്ത് നിന്ന് മീനൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറമ്പിലൊക്കെ പുല്ല് മുളച്ച് കാടായിട്ടുണ്ട്. അവിടെ പശുവിനൊക്കെ കൊണ്ടുവന്ന് കെട്ടിയിട്ടുണ്ട്. ഞാൻ അദ്രുവിനെ അത് കാണിച്ചു കൊടുക്കുകയാണ്. അവനിങ്ങനെ വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവനതൊന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ കിണറിൽ ഏകദേശം വെള്ളം നിറയാറായിട്ടുണ്ട്. അതിലിവിടെ ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ പെട്ടെന്ന് പോയിട്ട് അവൻ്റെ ഫുഡൊന്ന് റെഡിയാക്കണം. അവന് ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. അപ്പോൾ അടുക്കളയിൽ പോട്ടെ. ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കറക്റ്റ് ടൈമിങ്ങിലാണ്. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് ഓരോ ടൈമുണ്ട്, ഒരു കറക്റ്റായ ഒരു പ്ലാനിങ് ഉണ്ട്. ആ സമയം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അന്നത്തെ ദിവസം മൊത്തത്തിൽ തകിടം മറിയും. കാരണം ഒരു ടൈം ടേബിൾ പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് അദ്രുവിൻ്റെ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ ഒന്നും ആ ഒരു ടൈമിങ്ങിന് പോയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ സമയം ഒന്നിന് തികയാത്ത അവസ്ഥയാണ്. അതിൽ ഉറങ്ങുന്ന സമയത്താണ് എനിക്ക് കുളിക്കാൻ പറ്റുക. അപ്പം ഞാൻ പോയി കുളിച്ചിട്ടുണ്ട്. നല്ല തണുപ്പായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. അപ്പം ഞാൻ സിമ്പിളായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി നോക്കട്ടെ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇതാ ഇവിടെ നോക്ക്, രണ്ടുപേരും ഇതാ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഇവരുടെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ ഒരു കോർണർ, ഈ റൂമിലെ ഈ ഒരു കോർണർ. ഇവിടെയാണ് ഇവരുടെ ടോയ്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവർ അത് മൊത്തം എടുക്കും, എന്നിട്ട് അവിടെ മൊത്തത്തിൽ അങ്ങ് പരത്തും. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മളതൊക്കെ എടുത്ത് നന്നായിട്ട് എടുത്ത് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും അവർ വന്ന് അത് വീണ്ടും അതുപോലെ ആക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണിപ്പോൾ. അപ്പോൾ ഇത്രയും ടോയ്സ് ഉണ്ടായിട്ട് അതിൽ വന്ന് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ല. ഈ കബോർഡിൻ്റെ കുറച്ച് ഭാഗം അവിടെ അടർന്ന് നിൽക്കുന്നുണ്ട്. അതുവരെ അവൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പോലും അത് ഇപ്പോഴാണ് കാണുന്നത്. ഇവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സൊക്കെയാണ്. എന്നാലും അവർ തമ്മിൽ ഇടയ്ക്കൊക്കെ അടി കൂടാറൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഇതാ ഈ വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും അത് വേണം. അപ്പോൾ എന്താ ചെയ്യുക, അവനതിൽ വേഗം വന്ന് കയറിയിട്ടുണ്ട്. യൂമി ഇതാ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അവളെ അവിടെ കയറ്റി കൊടുക്കട്ടെ, ഡബിൾ ഇരുത്തി പോയിക്കോളും. അങ്ങനെ അവർ പോവാറുണ്ട്. ഇവിടെ രാവിലെ ആയി കഴിഞ്ഞാൽ പിന്നെ മൊത്തത്തിലൊരു ബഹളമായിരിക്കും. ഒരാളിവിടെ കരയുമ്പോൾ ഒരാൾ അവിടെ കരയും. ഒന്നുകിൽ എന്താ പറയുക, അങ്ങനെ മൊത്തത്തിൽ ഒരു ആകെക്കൂടെ ഒരു സമയം തികയാത്തൊരവസ്ഥ ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് അത് ആവുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. ഇതാ ഇവിടെ രണ്ടാളും കൂടെ ഡബിൾ വെച്ച് പോകുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ സമയമില്ല എന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ ഈ കളി കാണാൻ നല്ല ഒരു രസമാണ്, നല്ലൊരു എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് എന്താ കണ്ടില്ലേ, ഇവരെപ്പോഴും അടിപിടി കൂടും. ഇപ്പോൾ അതാ നല്ല ഫ്രണ്ട്സായി. ഇപ്പോൾ സമയം ഏകദേശം ഉച്ചയ്ക്ക് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കണം. അപ്പോൾ ചോറാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കട്ടെ. പിന്നെ ഈ ഭക്ഷണം കൊടുക്കട്ടെ. ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവരെങ്ങനെ ചിലപ്പം പുറത്തിറങ്ങിയിട്ട് വേണം, അല്ലെങ്കിൽ വെള്ളത്തിൽ കളിച്ചിട്ട് വേണം, അങ്ങനെയൊക്കെ വേണം ഒന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പോയി ചോറൊക്കെ കഴിക്കട്ടെ. ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം എണീറ്റു മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിരുഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കുകയാണ്. അവനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കുന്ന ശീലമാണുള്ളത്. അപ്പം ഇങ്ങനെ വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ എടുത്തിട്ട് നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ താഴെ ഇറക്കി കഴിഞ്ഞാൽ അവനിവിടെ ഫുള്ള് ഓടി കളിച്ച് മൊത്തത്തിൽ മണ്ണിൽ കളിച്ച് വരും.
ഞാൻ അവനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ചെയ്യാണ്. അവൻ എൻ്റെ കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം അവനും കൂടെ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കത് കുറച്ച് ഡിലേ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ കാര്യങ്ങളൊക്കെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കൽ കഴിഞ്ഞിട്ട് വേണോ എനിക്ക് പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തിടാൻ. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഓരോന്ന് ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്രു. അപ്പോൾ എനിക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയം നോക്കിയിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാണ്. ഇപ്പോൾ അവനെ ഞാൻ കുറച്ച് സമയം അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് പോയിട്ട് ഇതൊക്കെ ഒന്ന് കൊണ്ടിട്ടിട്ട് വരാം. അപ്പോൾ മഴയല്ലേ, അപ്പോൾ പുറത്തൊന്നും ഇടാൻ പറ്റില്ല. അപ്പം ഞാൻ ഓൾറെഡി ഇപ്പോൾ വൈകുന്നേരമായി, ഇനിയിപ്പോൾ പുറത്തിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ അതവിടെ കിടന്ന് ഉണങ്ങിക്കോളും, കാറ്റുകൊണ്ട് ഉണങ്ങിക്കോളും. ഇനി എനിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ ഞാനത് പെട്ടെന്ന് ചെയ്യട്ടെ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ അതിരിപ്പോൾ വന്ന് ഇതൊക്കെ വലിച്ച് താഴേക്ക് ഇട്ടോളും. അപ്പോൾ അതിൻ്റെ മുന്നേ, അവൻ വരുന്നതിന് മുന്നേ ഞാൻ വേഗം ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ. അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോയി മേലൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ വൈകുന്നേരം വിളക്ക് വെക്കേണ്ട സമയമായി. വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പോയി അതൊരു വിളക്ക് കണ്ട അപ്പോൾ പ്രാർത്ഥിക്കും, തൊഴാനൊക്കെ അവനറിയാം. ഇനി ഞാൻ അവൻ്റെ കൂടെ ഞങ്ങൾ 2 പേരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കളിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അവൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഉറക്കാൻ വേണ്ടി കൊണ്ടുപോവുക. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കൂടെ ഇങ്ങനെ കൂടി കൊടുത്താൽ മതി. അവന് വേറെ കുഴപ്പമൊന്നുമില്ല. അവൻ കളിക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവൻ ഹാപ്പിയാണ്. പിന്നിപ്പോൾ ഞാൻ അവൻ്റെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ഇനി അവനെ കൊണ്ടുവന്ന് ഉറക്കണം. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കളിച്ചിട്ടൊക്കെ ഉറങ്ങുള്ളൂ. പിന്നെ അത്ര പെട്ടെന്നൊന്നും ഉറങ്ങുന്നില്ല. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ രാത്രി ഇന്ന് ഇതാണ് ഇവിടെ സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സമയത്താണ് എല്ലാവരും കിടക്കാറ്. അപ്പോൾ ഞാനിനി ഉറങ്ങാൻ വേണ്ടി പോവാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. സാധാരണ ദിവസങ്ങളിൽ ഞാൻ ഈ ഒരു സമയത്താണ് എൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതായത് എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഞാൻ വേഗം ഉറങ്ങട്ടെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഗുഡ് നൈറ്റ്.